തൃശൂർ മാളയിലെ 6 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ ജനരോഷം ശക്തം. ലൈംഗിക ഉപദ്രവം ചെറുത്തതിന്റെ വൈരാഗ്യത്തിലാണ് കുട്ടിയെ കുളത്തിൽ മുക്കി കൊന്നതെന്നാണ് അയൽവാസിയായ പ്രതി ജോജോയുടെ മൊഴി. പ്രതിയുമായി പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തും. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം ആരംഭിക്കും. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി. അശ്വിൻ, ഇയാൾക്ക് നേരത്തെ തന്നെ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ബൈക്ക് മോഷണ കേസിലൊക്കെ പ്രതിയാണ് എന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. പലതവണ ഈ കുട്ടി കരകയറാൻ ശ്രമിക്കുമ്പോൾ ഇയാൾ ചവിട്ടിത്താഴ്ത്തുകയായിരുന്നു എന്നൊക്കെയുള്ള അതിക്രൂരമായാണ് ഇയാൾ കൊലപ്പെടുത്തിയത് എന്നതിൻ്റെയൊക്കെ വിശദാംശം വരുമ്പോൾ നാട്ടുകാർ വലിയ രോഷത്തിലാകും. സ്വാഭാവികമാണത്. അപ്പോൾ തെളിവെടുപ്പിന് ഏത് തരത്തിലേക്കാണ് പോലീസ് ഒരുങ്ങുന്നത്? ഇന്നലെ രാത്രി 8 മണിവരേക്കൊരു സാധാരണ കാണാതാകൽ വാർത്ത മാത്രമായിരുന്നു ഈ 6 വയസ്സുകാരൻ്റെ കാര്യങ്ങൾ. പിന്നീടാണ് ഈ സമീപത്ത് ഈ കുട്ടിക്ക് വേണ്ടി തെരച്ചിൽ നടത്തിയിരുന്നൊരു കൂട്ടത്തിലുള്ള ഒരാൾ കൂടിയായിരുന്നു ജോജോയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത കണ്ടതോടെ നാട്ടുകാർ ആവശ്യപ്പെട്ടാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയെടുക്കുന്നതും ജോജയെ വിശദമായി ചോദ്യം ചെയ്യുന്നതും. ഈ ചോദ്യം ചെയ്യലിനിടെ ഈ 6 വയസ്സുകാരനായ കുട്ടിയുടെ വീട്ടിൽ നിന്ന് തന്നെ ഒരു നിർണായക CCTV ദൃശ്യം പോലീസിന് ലഭിക്കുന്നു. ആ CCTV ദൃശ്യത്തിൽ ഈ ജോജോയുടെ പുറകെ 6 വയസ്സുകാരൻ ഓടുന്നതാണ് ഉള്ളത്. അതുകൂടി കണ്ടപ്പോൾ പോലീസിന്റെ സംശയം വീണ്ടും വർദ്ധിച്ചു. പിന്നീട് വിശദമായി തന്നെ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലിലാണ് ഈ 6 വയസ്സുകാരനെ താൻ കൊലപ്പെടുത്തി എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം പോലീസിനോട് പങ്കുവെക്കുന്നത്. അത് സാധാരണ കൊലപാതകമല്ല, അതിക്രൂരമായ കൊലപാതകമാണ്. അത് അവിടുത്തെ ഒരു കുളത്തിൽ, ചതുപ്പ് നിറഞ്ഞ ചെളി നിറഞ്ഞു കിടക്കുന്ന ഒരു കുളത്തിലേക്ക് ഈ 6 വയസ്സുകാരൻ്റെ തല ചവിട്ടിത്താഴ്ത്തി വെച്ച് ഏറെ നേരം പിടിക്കുന്നു. അത് കൊലപാതകം, ആ കുട്ടി മരിച്ചു എന്ന് ഉറപ്പിക്കുന്നതുവരെ അതിനുള്ളിൽ ആ കുട്ടിയെ ചവിട്ടി നിർത്തുന്നു. പിന്നീട് അവിടെ നിന്ന് ഇയാൾ മാറി നിൽക്കുന്നു. പിന്നീട് ഈ രാത്രിയൊക്കെ തിരച്ചിലിന് നാട്ടുകാരോടൊപ്പം സജീവമായി തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോഴും ഈ പ്രതി മാള പോലീസ് സ്റ്റേഷനിൽ തുടരുകയാണ്. 6 വയസ്സുകാരൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ അല്പസമയം മുമ്പ് പൂർത്തിയായിട്ടുണ്ട്. ഉടൻ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. അവിടെയാണ് പോസ്റ്റ്മോർട്ടം നടക്കുക. അതിനുശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കും. ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം ഈ സംഭവം കുറ്റകൃത്യം നടന്ന സ്ഥലത്തേക്ക് പ്രതി ജോജോയുമായി പോലീസ് അല്പസമയത്തിനുള്ളിൽ പോകും. അവിടെ തെളിവെടുപ്പ് ഉണ്ടാകും. ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ്, നാട്ടുകാർ വലിയ രോഷാകുലരാണ്. അതുകൊണ്ട് തന്നെ പ്രതിയെ നേരിട്ടെത്തിച്ചുള്ള തെളിവെടുപ്പ് അല്പം ദുഷ്കരമാകും. കൂടുതൽ പോലീസ് സേനയൊക്കെ അല്പസമയത്തിനുള്ളിൽ തന്നെ വീടിന്റെ പരിസരത്തേക്ക് പോകും. എന്തായാലും തെളിവെടുപ്പ് അല്പസമയത്തിനുള്ളിൽ തന്നെ നടക്കും. അനുജ, ഇതിലെന്താണ് ഇയാളിലേക്ക് എത്തിച്ചേരാൻ ഇന്നലെ ഇപ്പോൾ തെരച്ചിലിന്റെ സമയത്തൊക്കെ ഈ പ്രതി കൂടുതൽ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. തിരയാൻ ഇയാൾ കൂടെ ഉണ്ടായിരുന്നു. സംശയം തോന്നാത്ത രീതിയിലൊക്കെ നിൽക്കുന്നതും അതൊക്കെ പോലീസ് എങ്ങനെയാണ് ഇയാളിലേക്ക് എത്തിച്ചേർന്നത്? നാട്ടുകാരുടെ തന്നെ സൂചനകളെ തുടർന്നാണോ? നാട്ടുകാർക്ക് ആദ്യം തന്നെ ഈ ജോജോയിൽ ഒരു സംശയം ഉണ്ടായിരുന്നു. കാരണം ഈ കുട്ടിയെ കാണാതായതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ ജോജോയെ നാട്ടുകാർ ആദ്യം കാണുന്നത് ഒരു ജാതിത്തോട്ടമാണ്. ആ ജാതിത്തോട്ടത്തിന് സമീപത്തെ കുളത്തിലാണ് മൃതദേഹം കണ്ടെത്തുന്നത്. അതിനൊക്കെ മുമ്പ് ഈ ജോജോയെ ആദ്യമായി ആളുകൾ കാണുന്നത് ജാതിത്തോട്ടത്തിൽ ഒരു മരത്തിന് മുകളിൽ കയറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. ഉടൻ തന്നെ നാട്ടുകാർ എന്താണ് ഇവിടെ ഇരിക്കുന്നത്, ഇറങ്ങി വരൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ തെരച്ചിലിലേക്ക് ഇയാൾ സജീവമാകുന്നത്. അങ്ങനെയാണ് ഇയാളിൽ നിന്നൊരു ദുരൂഹമായ ഒരു ഇടപെടലൊക്കെ പോലീസിന് സംശയം തോന്നുന്നതും ചോദ്യം ചെയ്യുന്നതുമൊക്കെ. ഒപ്പം കഴിഞ്ഞ മുൻകാലങ്ങളിലൊക്കെ ക്രിമിനൽ സ്വഭാവമുള്ള, ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു ആളുകൂടിയാണ് ജോജോ. ഒപ്പം ഇന്നലെ തന്നെ ആദ്യ ഘട്ടത്തിൽ പുറത്തു വന്ന എന്താണ് ഈ കൊലപാതകത്തിന്റെ മോട്ടീവ് എന്നുള്ളൊരു അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നപ്പോൾ ആദ്യം ജോജോ പോലീസിനോട് പറഞ്ഞത് തന്നെ താനുമായി ഉണ്ടായ ചെറിയ പ്രശ്നങ്ങൾ മാത്രമാണ്. തന്നെ അസഭ്യം വിളിച്ചതിന്റെ പേരിൽ ഈ 6 വയസ്സുകാരനെ വഴക്ക് പറയുന്നു. അതിനിടെ ഈ കുട്ടി കുളത്തിലേക്ക് വീഴുന്നു. അങ്ങനെയാണ് മരണം സംഭവിച്ചത് എന്നുള്ളതായിരുന്നു ആദ്യം ജോജോയുടെ മൊഴി. പിന്നീട് കൂടുതൽ തെളിവുകൾ നിരത്തിയുള്ള ചോദ്യത്തിലാണ് താൻ ഈ കൂടുതൽ വിശദാംശങ്ങൾ ജോജോ തന്നെ പോലീസിനോട് പറഞ്ഞത്. ഈ കുട്ടിയോട് ലൈംഗികപരമായി മോശമായ രീതിയിൽ പെരുമാറി അത് എതിർത്തതോടെ, അതിനെ ചെറുത്തതോടെ പിന്നീട് കുട്ടി അലറിക്കരയാൻ തുടങ്ങി. അമ്മയോട് ഇത് പരാതിയായി പറയുമെന്ന് പറയുന്നു. ഇതിന്റെ വൈരാഗ്യത്തിലാണ് ഈ കുളത്തിലേക്ക് കുട്ടിയെ വലിച്ചെറിയുന്നതും പിന്നീട് കാലുകൊണ്ട് കുട്ടിയുടെ കഴുത്തിൽ ചവിട്ടി തല ഈ ചെളിവെള്ളത്തിലേക്ക് പൂഴ്ത്തിവെച്ച് മരിച്ചു എന്ന് ഉറപ്പാക്കുന്നതും അങ്ങനെയാണ്. എന്തായാലും അതാണ് ഇതിന്റെ മോട്ടീവ് എന്ന് പോലീസ് പറയുന്നത്. എന്തായാലും സ്ഥലത്തെത്തിച്ചുള്ള തെളിവെടുപ്പിൽ ഒരുപക്ഷെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നേക്കാം. അങ്ങനെ വളരെ ക്രൂരമായി തന്നെ കൊലപ്പെടുത്തുകയായിരുന്നു ഈ കുട്ടിയെ എന്നുള്ളതാണ്. 6 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ നിലവിൽ ജനരോഷം ശക്തമാണ്. ലൈംഗിക ഉപദ്രവം ചെറുത്തതിന്റെ വൈരാഗ്യത്തിലാണ് കുട്ടിയെ കുളത്തിൽ മുക്കിക്കൊന്നത് എന്ന് പ്രതി ജോജോ തന്നെ പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തു. ഇന്ന് തെളിവെടുപ്പ് നടത്തും. വലിയ സുരക്ഷയുടെ സാന്നിധ്യത്തിൽ സുരക്ഷയുണ്ടാകും ഈ തെളിവെടുപ്പിന് എന്നുള്ളതാണ്. പോസ്റ്റ്മോർട്ടം നടപടികളും അല്പസമയത്തിനകം തന്നെ തുടങ്ങും.